പറയുന്നത്. എന്താണ്? ഒരു കിലോഗ്രാം വസ്തുവിൻ്റെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലൊന്നും ഒപ്പം പറയാം കേട്ടോ. ഒരു കിലോഗ്രാം വസ്തു, അത് എത്രയായിക്കോട്ടെ അല്ലേ, അതിൻ്റെ ഭാരത്തിനെ നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ ആവശ്യമായിട്ടുള്ള താപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത്. ഇനി കലോറി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? 1 ഗ്രാം ജലത്തിനെ നമുക്ക് എത്രയ്ക്കാക്കണം? 1 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്തുവാൻ ആവശ്യമായിട്ടുള്ള താപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കലോറി എന്ന് പറയുന്നത്. അപ്പോൾ ജൂളും കലോറിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിൽ പറയുന്നുണ്ട് 1 കലോറി ഈസ് ഈക്വൽ ടു 4.186 ജൂൾസ് ആണ്. ഇതിൻ്റെ അടിയിൽ ഒന്ന് വരച്ചിട്ടേക്ക് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 കലോറി ഈസ് ഈക്വൽ ടു, ഒരു കലോറി എന്ന് പറയുന്നത് 4.186 ജൂള് ആണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.186 ജൂൾ ആണ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ. ഒരു കലോറി എന്ന് പറയുന്നത് 4.186 ജൂൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പറയുന്നത്? താപത്തിൻ്റെ FPS യൂണിറ്റ്, അതായത് BTU, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. ഒരു പൗണ്ട് ജലത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഉയർത്തുവാൻ ആവശ്യമായ താപത്തെയാണ് BTU എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഒരു ജലത്തിന്, അതായത് ഒരു പൗണ്ട് ജലത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് ഉയർത്തുവാൻ ആവശ്യമായ താപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ യൂണിറ്റ് പഠിച്ചപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് 2 യൂണിറ്റുകളാണ് അല്ലേ? ഫണ്ടമെൻ്റലും ബ്രിട്ടീഷ് യൂണിറ്റുകളാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ 2 യൂണിറ്റുകൾ പഠിച്ചത്. അതിൽ ഫാരൻഹീറ്റ് യൂണിറ്റുകളുണ്ട്, പക്ഷെ നമുക്കത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫാരൻഹീറ്റ് യൂണിറ്റ്, അത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡെഫിനേഷനാണ് പറയണത്. എന്താണ്? 1 പൗണ്ട് ജലത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഉയർത്തുവാനായിട്ട് ആവശ്യമായിട്ടുള്ള താപത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട് 1 BTU എന്ന് പറഞ്ഞാൽ, അതായത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്, 1 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? 1055. അതിൻ്റെ അടിയിലൊന്ന് വരച്ചിട്ടേക്ക് കേട്ടോ. 1055 ജൂളിന് ഈക്വലാണ് 1 BTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വലാണ്? 1055 ജൂളിന് ഈക്വലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഹീറ്റിൻ്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഹീറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗത്ത് നിന്നുള്ള ഇതാണ്, അതായത് സ്പീഡ്, വെലോസിറ്റി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എനർജി, സ്പീഡ്, വെലോസിറ്റി, അതുപോലെ തന്നെ ഹീറ്റ്, ഇതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ധാരാളം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഹീറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഹീറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതൊരു 5-6 വട്ടം, ഒരു 10 വട്ടം അങ്ങനെ ഇരുന്ന് നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ എനർജി എന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക? സ്പീഡ്, വെലോസിറ്റി, ഇത് മൂന്നും, ഈ ഹീറ്റ്, സ്പീഡ്, വെലോസിറ്റി, എനർജി, ഇത് മൂന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളൊരു കുറേ വട്ടം റിപ്പീറ്റ് ചെയ്ത് വായിച്ചു, കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് ഒരു 5-10 വട്ടം വായിച്ചു എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് വായിച്ചിട്ട് നിങ്ങളത് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അടുത്തതാണ് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ? അതായത് താപനില എന്ന് പറയുന്നത് ഒരു വസ്തുവിനുള്ള ചൂട് അഥവാ തണുപ്പിൻ്റെ മാത്ര അഥവാ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന താപത്തിൻ്റെ തീഷ്ണത, ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയും, ആണ് എന്ന് പറയുന്നത് താപനില എന്ന് പറയുന്നത്. എന്താണ് താപനില? ഒരു വസ്തുവിനുള്ള ചൂട് അല്ലേ? നമ്മൾ ചൂട് എന്നല്ല, ഇപ്പോൾ പനിയൊക്കെ വരുമ്പോൾ നമ്മളെന്താ പറയുക? ചൂട് കൂടുതലല്ലേ? അപ്പോൾ ഒരു വസ്തുവിനുള്ള ചൂട്. ഇനി അഥവാ അല്ലെങ്കിൽ എന്ത് പറയാം? തണുപ്പിൻ്റെ മാത്ര എന്നാണ് നമ്മളതിനെ പറയുന്നത്. തണുപ്പിൻ്റെ മാത്രകൾ എന്നാണ് പറയുന്നത്. അഥവാ അല്ലെങ്കിൽ വേറെന്ത് പേര് പറയുന്നുണ്ട്? വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന
താപത്തിൻ്റെ തീക്ഷ്ണത, ഒരു വസ്തുവിൽ എത്രമാത്രം ചൂടുണ്ട്, ഇപ്പോൾ നമുക്ക് പനി വന്നാൽ പോലും അത് എത്രമാത്രം പനിയുണ്ട്, അതിൻ്റെ ആ ഒരു തീക്ഷ്ണത എത്രയുണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ആ ഹീറ്റിൻ്റെ തീക്ഷ്ണത എത്ര വരുന്നുണ്ട് എന്നുള്ളത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, താപനില എന്ന് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്, ഒന്നുകിൽ വസ്തുവിനുള്ള ചൂടെന്ന് പറയാം, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഒരു വസ്തുവിൻ്റെ ചൂടെന്ന് നമ്മൾ പറയാം, വസ്തുവിനുള്ള ചൂടെന്ന് പറയാം, അല്ലെങ്കിൽ തണുപ്പിൻ്റെ മാത്ര എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന താപത്തിൻ്റെ തീക്ഷ്ണത എന്നും നമുക്ക് പറയാം, അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റ് എന്ന് നമുക്ക് പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, താപനില എന്ന് നമ്മൾ പറയുന്നത്. താപവും താപനിലയും രണ്ടാണ്, അത് ശ്രദ്ധിക്കുക. ഹീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഹീറ്റും അതുപോലെ തന്നെ ടെമ്പറേച്ചറും രണ്ടും രണ്ടാണ്. ഓരോ വസ്തുവിനെയും നിശ്ചിത താപനിലയിൽ എത്തിക്കാൻ വ്യത്യസ്ത അളവ് താപം നൽകേണ്ടി വരും. മനസ്സിലായോ ആ താപനിലയും താപവും തമ്മിലുള്ളത്? അതായത് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഓരോ വസ്തു അതെന്തോ ആയിക്കോട്ടെ കേട്ടാ, ആ വസ്തു എന്ന് പറയുന്നത് ഏത് വസ്തുവാണെങ്കിലും ആയിക്കോട്ടെ, നിശ്ചിത താപനിലയിൽ എത്തിക്കാൻ, അതിന് എത്രയാണോ ചൂട് വേണ്ടത് ആ ചൂടിലേക്ക് എത്തിക്കാൻ വ്യത്യസ്ത അളവ് താപം വേണ്ടി വരുന്നു. ഇപ്പം അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലോ, ഇപ്പം നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അടുക്കളയുമായി ബന്ധപ്പെട്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ പല തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ വേവിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ചോറ് വയ്ക്കാൻ, ഇനിയിപ്പോൾ അത് പോട്ടെ, നമ്മളിപ്പോൾ കുക്കറിലിടും, അപ്പോൾ അതിനൊക്കെ നമുക്കൊരു ഇതുണ്ട്, ഇത്ര നേരം തീ കത്തിച്ച് കഴിഞ്ഞാൽ അതേ അളവ് നമ്മൾ പരിപ്പ് അടപ്പത്തിട്ടിട്ട് അല്ലെങ്കിൽ പരിപ്പ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അതേ അളവ് ചൂട് തന്നെയാണോ നമുക്ക് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതേ അളവിൽ അത്രയും സമയം തന്നെയാണോ, ഈക്വലാണോ നമുക്ക് വരുന്നത് അല്ലേ? അല്ലല്ലോ. പല വസ്തുക്കൾ എന്തോ ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മാംസം വേവിക്കുകയാണ്, ബീഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ, ഇപ്പോൾ ബീഫിൻ്റെ ചിക്കൻ്റെ വേവ് ഒരുപോലെയാണോ? അല്ല. ഇപ്പോൾ ബീഫിന് കൊടുക്കുന്ന അതേ ഹീറ്റാണോ നമ്മൾ ചിക്കന് കൊടുക്കേണ്ടത്? വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ വസ്തു എന്തോ ആയിക്കോട്ടെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വസ്തു എന്തോ ആയിക്കോട്ടെ, ആ വസ്തുവിനെ അതിൻ്റെ ഒരു നിശ്ചിത താപനിലയിൽ എത്തിക്കാനായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് വ്യത്യസ്ത അളവിലുള്ള താപമാണ് നമുക്ക് കൊടുക്കേണ്ടി വരിക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു ഏതോ ആയിക്കോട്ടെ, ആ വസ്തുവിന് നമുക്ക് അതിനൊരു നിശ്ചിത അളവിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാകത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഹീറ്റ് അല്ല എല്ലാ വസ്തുക്കളും കൊടുക്കേണ്ടി വരിക, പല തരത്തിലുള്ള ഹീറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പം ഇതാണ് താപവും താപനിലയും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? അപ്പം നമുക്കിപ്പോൾ ഒരു വെള്ളം ചായക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളയ്ക്കണമെങ്കിൽ ഇത്രയും അതാണ് അതിൻ്റെ ആ ഒരു കണക്കെന്ന് പറയുന്നത് അല്ലേ. അതിന് ഇത്ര സമയം, എന്നിപ്പോൾ 2 ഗ്ലാസ് ആവുമ്പോൾ അതിനനുസരിച്ചിട്ട് അത് വ്യത്യാസം വരും അല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസം, ചൂടും അല്ലെങ്കിൽ ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമ്മളോട് പറയുന്നത്. അതായത് ഒരു വസ്തുവിനെ എന്താ പറയണത്, ഒരു നിശ്ചിത താപനിലയിൽ അതിൻ്റേതായിട്ടുള്ള താപനിലയിലേക്ക് എത്തിക്കാൻ വ്യത്യസ്ത അളവ് താപം നമുക്ക് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ആ ഒരു ചൂട്, മാക്സിമം ചൂട്, ഇപ്പോൾ വെള്ളം ചൂടാവണമെങ്കിൽ എത്ര വേണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ താപനിലയിലേക്ക് എത്തിക്കാൻ നമ്മൾ വ്യത്യസ്ത അളവിലുള്ള ചൂടാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അതാണ് ആ സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ വസ്തുവിനെയും ഞാൻ വീണ്ടും വായിക്കാം. ഓരോ വസ്തുവിനെയും നിശ്ചിത താപനിലയിൽ എത്തിക്കാൻ വ്യത്യസ്തമായ അളവിലുള്ള താപം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നൽകേണ്ടി വരും. ഇനി താപനില ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് അളക്കാം. അതുപോലെ രസം അഥവാ മെർക്കുറി തെർമോമീറ്റർ, ആൽക്കഹോൾ തെർമോമീറ്റർ എന്നിവയാണ് സാധാരണയായിട്ട് നമ്മൾ താപനില അളക്കാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അടിയിലൊന്ന് വരച്ചിട്ടേക്കൂട്ടാ. താപനില ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അളക്കാൻ പറ്റും. അപ്പോൾ താപനില അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ്, തെർമോമീറ്റർ. അതായത് ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അടിയിലൊന്ന് വരച്ചിട്ടേക്കാം കേട്ടോ. ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് തെർമോമീറ്റർ. അതിൻ്റെ അടിയിൽ വരച്ചിരിക്കുക. താപനില ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് അളക്കാം, അതിൻ്റെ അടിയിൽ വരച്ചിടുക. രസം അഥവാ മെർക്കുറി തെർമോമീറ്റർ, രസം അല്ലെങ്കിൽ
മെർക്കുറിയുടെ മലയാളത്തിലാണ് അത് കണ്ടത്. രസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാമ്പാറിൻ്റെ ഇതിൽ കറിയിൽ ചോറ് വെച്ച് കൂട്ടുന്ന രസമല്ല കേട്ടോ. രസം അഥവാ മെർക്കുറി തെർമോമീറ്റർ, പിന്നെന്താണ് ആൽക്കഹോൾ തെർമോമീറ്റർ എന്നിവയാണ് സാധാരണയായിട്ട് നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? തെർമോമീറ്ററാണ്. ഇനി ഈ തെർമോമീറ്റർ എത്ര തരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. രസം അല്ലെങ്കിൽ മെർക്കുറി തെർമോമീറ്റർ, പിന്നെ എന്താ പറയണത് ആൽക്കഹോൾ തെർമോമീറ്റർ. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എന്തുണ്ട്? തെർമോമീറ്റർ ഉണ്ട്. ഇനി സാധാരണയായിട്ട് താപനിലകൾ അളക്കാൻ ഉപയോഗിക്കുന്നത് വളരെ ഉയർന്ന അളവിലുള്ള താപം അളക്കുന്നതിന് പൈറോമീറ്റർ ഉപയോഗിക്കുന്നു. ഇനി സാധാരണയായിട്ട് താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞത് ഏതാണ്? ആൽക്കഹോളും അതുപോലെ തന്നെ മെർക്കുറിയാണ്. ഇനി വളരെ ഉയർന്ന നിലയിലുള്ള അളവിലുള്ള താപം അളക്കാൻ, വളരെ ഉയർന്നത് കേട്ടോ, ചെറിയ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് പനി നോക്കാനും ഇതിനൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ മെർക്കുറി തെർമോമീറ്ററോ അല്ലെങ്കിൽ നമുക്ക് മെർക്കുറി തെർമോമീറ്റർ നമുക്ക് ഉപയോഗിച്ചാൽ മതിയോ. ഇനി വളരെ ഉയർന്ന അളവിലുള്ള താപം അളക്കുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ ഒന്ന് വരച്ചിട്ടേക്കാം കേട്ടോ. വളരെ ഉയർന്ന അളവിലുള്ള താപം അളക്കുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പൈറോമീറ്റർ ഉപയോഗിക്കുന്നു. ഇനി കാലാവസ്ഥാനുബന്ധിയായി താപം അളക്കുന്നത് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കാൻ ഉപയോഗിക്കുന്ന മാക്സിമം മിനിമം തെർമോമീറ്ററാണ്. ഇനി ഇപ്പം നമ്മൾ പല തെർമോമീറ്ററുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ചൂട് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മെർക്കുറി തെർമോമീറ്ററും ആൽക്കഹോൾ തെർമോമീറ്ററുമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി ഉയർന്ന അളവിലുള്ള ഇത് എടുക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പൈറോമീറ്റർ ഉപയോഗിക്കുന്നു. ഇനി ഇപ്പം നമുക്കറിയാം മഴക്കാലം ചൂടുകാലമൊക്കെ വരുമ്പോൾ നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങൾ നടക്കുന്ന സമയത്ത് കുറഞ്ഞ കാലാവസ്ഥയും കൂടിയ ചൂടും കുറഞ്ഞ ചൂടും ഓരോ സ്ഥലത്തെയും നമ്മളോട് പറയും അല്ലേ, ഇന്ന സ്ഥലത്ത് ഉയർന്ന ചൂട് ഇത്രയാണ്, താഴ്ന്ന ചൂട് ഇത്രയാണെന്നൊക്കെ നമുക്ക് ന്യൂസിലൊക്കെ നമ്മൾ പറയണ കേട്ടിട്ടില്ലേ. അതായത് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന മാക്സിമം മിനിമം തെർമോമീറ്ററാണ്. അതായത് മാക്സിമം മിനിമം തെർമോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. തെർമോമീറ്ററിൻ്റെ പേരാണ് കേട്ടോ. ഇനി ടെമ്പറേച്ചർ യൂണിറ്റുകൾ CGS സിസ്റ്റത്തിൽ ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ ഫാരൻഹീറ്റിൻ്റെ ഇതിൽ ഡിഗ്രി ഫാരൻഹീറ്റും SI സിസ്റ്റത്തിലെ കെൽവിനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതിൻ്റെയാണ്? നമ്മളിത് നേരത്തെ പഠിച്ചതാണ്. അതായത് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് SI സിസ്റ്റത്തിലെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ തുടക്കത്തിലെ പേജിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, കെൽവിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് അതിൻ്റെ അടിയിൽ വരച്ച് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? താപനിലയെക്കുറിച്ച്. അപ്പോൾ താപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, താപനില. അപ്പോൾ താപവും താപനിലയും രണ്ടാണ്. പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? രണ്ടും ചൂടല്ലേ എന്നുള്ള അല്ല, വ്യത്യാസം ഉണ്ട്. താപത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. അതുപോലെ തന്നെ SI യൂണിറ്റ് കേട്ടോ, താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. താപനിലയുടെ അതായത് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്താണ്? കെൽവിനാണ്. SI യൂണിറ്റ് കേട്ടോ, SI യൂണിറ്റ് കെൽവിനാണ്. അപ്പോൾ താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് താപത്തിനെ പറയുന്നത്? അത് ചൂടാക്കുന്നു അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന് നമ്മൾ എത്രയാണ് ആ കൊടുക്കുന്ന താപോർജ്ജത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താപം എന്ന് ഹീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ആ കൊടുക്കുന്ന താപോർജ്ജം എത്രയാണോ അതാണ് എന്ന് പറയുന്നത് ഹീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ താപനില എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വസ്തുവിന് അല്ലേ, ഓരോ വസ്തുവിനും വ്യത്യസ്തമായ ചൂടാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് രീതിയിലുള്ള താപനിലയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഏത് താപനിലയാണ് നമ്മൾ അതിൻ്റെ ആ നിശ്ചിത ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന താപനില ആ താപനിലയിൽ എത്താൻ, ഒരു നിശ്ചിത താപനിലയിൽ എത്താൻ നമ്മൾ എത്രയാണോ താപം കൊടുക്കുന്നത്, അതായത് നമ്മൾ എത്രയാണോ ചൂട് കൊടുക്കുന്നത്, അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. താപനിലയും അതുപോലെ തന്നെ താപവും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് സയൻറ്റിഫിക് ലാംഗ്വേജ് ആയതുകൊണ്ട്, അതായത് സയൻറ്റിഫിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സയൻസ് ആയതുകൊണ്ട് സയൻസിൻ്റേതായിട്ടുള്ള ഒരു ഭാഷയിലാണ് ഇതിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കണം. അതിനോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളതൊരു 10 വട്ടം വായിച്ചാലും പ്രശ്നമില്ല, പക്ഷെ വായിക്കുമ്പോൾ പതുക്കെ നിർത്തി വായിച്ച് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക. അപ്പോൾ താപവും താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്.
ഇനി അടുത്തത് ഇതിൽ തന്നെ വരുന്നതാണ് സെൽഷ്യസ്. നമ്മൾ ഈ സെൽഷ്യസ് സ്കെയിൽ എന്താണ്? അതായത് ശുദ്ധമായ ഐസിൻ്റെ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ അടിയിലൊന്ന് വരച്ചേക്കാട്ടോ. ശുദ്ധമായ ഐസിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത്, അതായത് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഇത് വൺ വേർഡിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ശുദ്ധമായ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ശുദ്ധമായ ജലത്തിന് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് തിളനില, അതായത് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ശുദ്ധമായ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ശുദ്ധമായ ജലത്തിന് അതിൻ്റെ തിളനില, തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ ആ ഒരു തിളനില എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതും രണ്ടിൻ്റെ അടിയിൽ വരച്ചിട്ടേക്കുക. എന്താണ്? ശുദ്ധമായ ഐസിൻ്റെ ദ്രവണാങ്കം, അതായത് മെൽറ്റ് ആവാനുള്ളത്, ആ മെൽറ്റ് ആവാനുള്ള, അതായത് അത് ഈ ഐസ് വെള്ളമായി മാറാനുള്ള അതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഈ ശുദ്ധമായൊരു ജലം 100 ഡിഗ്രി, അതിന് തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ ചൂട്, അതായത് ഒന്ന് എന്താ സംഭവിക്കുന്നത്? ഐസ് അത് തണുപ്പ് മാറിയത് വെള്ളമായിട്ടാണ് മാറുന്നത്. മറ്റേത് തിളനില എന്ന് പറഞ്ഞത് ചൂടാവാനുള്ളതാണ് പറയുന്നത്. ആ രണ്ട് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഒന്ന് എന്താണ്? ഒരു ഐസ് ക്യൂബാണ്, ഇതിന് നമ്മൾ വെള്ളമായി മാറണം. ഈ ഐസ് ക്യൂബ് എന്തായി മാറുകയാണ്? വെള്ളമായി മാറുകയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 0 ഡിഗ്രി, അതായത് മെൽറ്റിംഗ് പോയിൻ്റ് ആണ് 0 ഡിഗ്രി സെൽഷ്യസ്. മറ്റേത് എന്താണ് പറയുന്നത്? അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണ് പറയുന്നത് അല്ലേ. അത് ചൂടാവാനുള്ളതാണ് എന്ത് പറയുന്നത്? 100 ഡിഗ്രി. അത് വെള്ളം ചൂടാവാനുള്ള ഇതാണ് 1 ഡിഗ്രി സെൽഷ്യസ് ചൂടാവാനുള്ളത് നമ്മൾ എന്ത് പറയുന്നത്? ബോയിലിംഗ് പോയിൻ്റ്. അതിൻ്റെ തിളനില അത് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് പറഞ്ഞത്. ശുദ്ധമായ ജലത്തിന് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ തിളനില എന്നറിയപ്പെടുന്നത്. മറ്റേത് എന്താണ്? മെൽറ്റിംഗ് പോയിൻ്റ്, ഇത് ബോയിലിംഗ് പോയിൻ്റ്. മറ്റേത് ഐസ് വെള്ളമാവുകയാണ്, ഇതെന്താ ചെയ്യണം? വെള്ളത്തിന് നമ്മൾ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെക്കണം. സെൽഷ്യസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് പറയണത് അല്ലേ. ഒന്ന് ഐസ് വെള്ളമാകുന്നതും മറ്റേത് എങ്ങനെയാണ്? വെള്ളം ചൂടാകുന്നതും. രണ്ട് ഇതാണ്. രണ്ടും ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് അല്ലേ. ഒന്ന് ബോയിലിംഗ് ആണ്, രണ്ടാമത്തേത് എന്താണ്? മെൽറ്റ് ആവണതാണ്. പക്ഷേ രണ്ടിനും നമ്മൾ പറയുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നെയാണ്. അപ്പോൾ വെള്ളത്തിന് ചൂടാവാനുള്ള എത്ര ഡിഗ്രി വേണം? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ തിളനില എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഐസ് ക്യൂബ് ഇതിലേക്ക് വരുന്ന ദ്രാവകാവസ്ഥയിലേക്ക് വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. എന്താണ് സെൽഷ്യസ് സ്കെയിൽ എന്നുള്ളത്? രണ്ടാമത് പറയുന്നത് എന്താണ്? ഫാരൻഹീറ്റ് സ്കെയിൽ എന്നാണ്. ഈ സ്കെയിലിൽ ശുദ്ധമായ ഐസിൻ്റെ ദ്രവണാങ്കം, അതായത് മെൽറ്റിംഗ് പോയിൻ്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ഫാരൻഹീറ്റ് വരുമ്പോൾ അത് വ്യത്യാസം വന്നു കേട്ടോ. ഇനി ശുദ്ധജലത്തിൻ്റെ തിളനില എന്നുള്ളത്, അതായത് ബോയിലിംഗ് പോയിൻ്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. മനസ്സിലായോ? ആ വ്യത്യാസം നമ്മൾ സെൽഷ്യസ് സ്കെയിൽ, ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. പിന്നെ പറയുന്നത് കെൽവിൻ സ്കെയിലിൽ പറയുന്നുണ്ട്. അപ്പോൾ കെൽവിൻ സ്കെയിൽ എത്ര പറയുന്നത്? 273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനിലയെ 0 കണക്കാക്കി സ്ഥാപിച്ചിട്ടുള്ളതാണ്. കേവല 0 എന്ന് അറിയപ്പെടുന്നു. ഈ സ്കെയിൽ പ്രകാരം ജലത്തിൻ്റെ ദ്രവണാങ്കം 273 K ആണ്. തിളനില 373.2 Kയുമാണ്. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഈ സെൽഷ്യസ് സ്കെയിൽ, ഇപ്പോൾ സെൽഷ്യസ് സ്കെയിലും ഓക്കെയാണ്, നമുക്ക് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹീറ്റും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താപോർജ്ജം കൊടുക്കുമ്പോൾ അത് ചൂടാകുന്നു, അത് താപോർജ്ജം എടുത്ത് മാറ്റുമ്പോൾ അത് തണുക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് ചൂട് ആവാനുള്ള, അതായത് താപോർജ്ജം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ജ്വലനം പോലെയുള്ള രാസപ്രവർത്തനങ്ങൾ, ഘർഷണം, വൈദ്യുതി പ്രവാഹത്തിനുണ്ടാകുന്ന പ്രതിരോധം, ന്യൂക്ലിയർ റിയാക്ഷൻ, ഇതൊക്കെ നമുക്ക് എന്തുണ്ടാക്കുന്നുണ്ട്? ഹീറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി പിന്നെ അതിൻ്റെ യൂണിറ്റുകൾ പറഞ്ഞു. താപത്തിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. കലോറി എന്താണെന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ എന്താണ് BTU, അതായത് ബ്രിട്ടീഷ് തെർമോ യൂണിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് താപനിലയെ കുറിച്ചിട്ടാണ്. താപനില എന്താണ്? ഒരു വസ്തുവിൽ ചൂട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പിൻ്റെ മാത്ര എന്ന് പറഞ്ഞു നമ്മൾ, അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആ ചൂടിൻ്റെ ഇൻറ്റൻസിറ്റി, അല്ലേ, ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റ്, ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ താപനില എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ താപവും താപനിലയും രണ്ടാണെന്നും, പിന്നെ ഈ ഏതൊരു വസ്തുവിനെയും നിശ്ചിത താപനിലയിൽ എത്തിക്കാൻ വ്യത്യസ്തമായ അളവ് താപം നൽകേണ്ടി വരും. അപ്പോൾ താപനില എന്താണ്, താപം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി താപനില അളക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? തെർമോമീറ്ററാണ്. തെർമോമീറ്റർ സാധാരണ 2 തെർമോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? മെർക്കുറി തെർമോമീറ്ററും ആൽക്കഹോൾ തെർമോമീറ്ററും. പിന്നെ വലിയ വലിയ ഹീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വളരെ ഉയർന്ന ഹീറ്റാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു? പൈറോമീറ്റർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി കുറഞ്ഞ താപനിലയും കൂടിയ താപനിലയും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം മിനിമം തെർമോമീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. ബാക്കി സ്കെയിലുകളെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. 9:02 ഓക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.